നമസ്കാരമുണ്ട്. പിന്നെ ഞാൻ വന്നിട്ടുള്ളതേ നമ്മളെ നാട്ടിൽ നിന്നില്ലേ മറ്റു രാജ്യങ്ങൾക്ക് പോകുമ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കണത് അത് എത്രത്തോളം എങ്ങനെ എത്ര രൂപ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല, ടെസ്റ്റ് ഉണ്ടോ, എങ്ങനെ എടുക്കൽ ഒന്നും അറിയാത്തൊരു കുറേ ആൾക്കാരുണ്ട്. ഓൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് മറക്കണ്ട. കാണുന്ന ആൾക്കാർ ഇപ്പോൾ ഫസ്റ്റ് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നര കൂടിക്കോളി. നമുക്ക് ഇതേപോലത്തെ ഇൻഫർമേഷനും നമ്മൾ കുറച്ച് രസങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും. ബുദ്ധിമുട്ടുണ്ടാവില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലൈസൻസ് അതെങ്ങനെ എടുക്കുക, എന്താ ചെയ്യുക, എത്ര രൂപേന് വരും, ഇങ്ങനത്തെ വെച്ച് കാര്യങ്ങൾ ഞാൻ ഷോർട്ടായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. സിമ്പിളാണ്. നമ്മളെ ജില്ലയിൽ നമുക്ക് മെയിൻ RTO ഓഫീസ് ഉണ്ടാവും. ഈ ഓഫീസ് ബേസ് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് പോയിട്ട് അവിടെ തന്നെ എന്താ പറയുക, ഈ ഓൺലൈനിൽ അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചാൽ മതി ഇൻ്റർനാഷണൽ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ വെറും 1350 ഉറുപ്പ്യറ്റ് ഇപ്പം നിലവിലുള്ളൂ. 2025 ഞാൻ ഇപ്പോൾ 2 മാസം മുന്നേ എടുക്കുമ്പോൾ ചെല്ലുന്നു. നമ്മളെ ലൈസൻസും നമ്മൾ പോരുന്ന രാജ്യത്തിൻ്റെ പാസ്പോർട്ടും ചിലപ്പോൾ അവർ വിസ ചോദിക്കും. ആ വിസ ശരിക്കും വേണമെന്നില്ല, പക്ഷെ എന്നാലും അവർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വിസ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുക്കുക. അവരത് നോക്കിയിട്ട് നമ്മളെ ചിലപ്പോൾ ID കാർഡും കാണിച്ചു കഴിഞ്ഞാൽ അവരത് നോക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യും. ആ ഫോം ഫില്ല് ചെയ്താൽ അത് നമ്മൾ ക്യാഷ് അടക്കുക 1350. നമ്മൾ ഈ ഫോമും കൊണ്ട് അപ്പുറത്ത് RTOൻ്റെ ഇതിൽ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുക. കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ നമുക്കൊരു മെസ്സേജ് വരും എന്ന് പറയും. ആ മെസ്സേജ് ചിലപ്പോൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ വരും. ആ മെസ്സേജിൽ അപ്രൂവ്ഡ് പറഞ്ഞ മെസ്സേജ് വരും. ഈ അപ്രൂവ്ഡ് പറഞ്ഞ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സേഫായി നമുക്ക് എന്ത് ചെയ്യുക, നേരെ പിന്നെ RTO ഓഫീസിൽ പോയിട്ട് നമുക്കത് വാങ്ങാം. ആദ്യം ഒരു ചട്ടക്കടലാസ് പോലെ ഒരു പേപ്പറായി തന്നിരുന്നത് ഇപ്പോൾ ഒരു ബുക്കാണ് തരുന്നത്. ആ ബുക്കിൽ എല്ലാ രാജ്യങ്ങളും മെൻഷൻ ചെയ്യും. നമുക്ക് ഈ ഒരു ലൈസൻസ് കൊണ്ട് എവിടെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ പറഞ്ഞ രാജ്യം ഉണ്ടാവും, അല്ലാത്ത രാജ്യങ്ങളും കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ, കാർ ഉണ്ടെങ്കിൽ, ഏതുണ്ടെങ്കിലും ഈ ഹെവി ഉണ്ടെങ്കിൽ 1 ഇയർ നമുക്കിവിടെ ഓടിക്കാനുള്ള അധികാരമുണ്ട് കയറി വരുന്ന രാജ്യത്ത്. അതിൽ നമുക്ക് വിസ അല്ലാതെ തന്നെ എടുക്കാൻ പറ്റണേ ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നേപ്പാളും ഈ ബംഗ്ലാദേശും ശ്രീലങ്കയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കണമെങ്കിൽ വിസ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് ബംഗ്ലാദേശ് പോകാനാണ് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോകാനാണെന്ന് പറഞ്ഞാൽ അവരത് തരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എടുക്കുക, അതായത് എടുത്തിടാൻ പറ്റും. പക്ഷേ അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്യും 1 ഇയർ കറക്റ്റ് ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത്ര ടു ഇത്രയെന്ന്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ നോക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ 1 ഇയർ നമുക്ക് ഓടിക്കാനുള്ള അധികാരം. അത് കഴിഞ്ഞാൽ പിന്നെ റിന്യൂ ചെയ്യണ പോലെ നമ്മളത് പുതുക്കിയെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയില്ല, എങ്ങനെ എടുക്കൽ, ഇതിൽ ടെസ്റ്റ് ഉണ്ടാവും, പ്രത്യേകിച്ച് ടെസ്റ്റ് ഇൻ്റർനാഷണലൊക്കെ അല്ല കേൾക്കുമ്പോൾ ഉണ്ടോയെന്നൊക്കെ ധാരണ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുമല്ല ഇതിൻ്റെ പേരിൽ ഏജൻസിയൊക്കെ കുറേ ആൾക്കാർ പൈസ കൊടുത്താണ്. ഒരു ചങ്ങായി പറഞ്ഞാൽ 6000 കൊടുത്തു ഞാൻ, എന്നിട്ട് അടുത്തത് ഒരാൾ പറഞ്ഞാൽ 7000 കൊടുത്തു. അങ്ങനെ പല രീതിയിലും എമൗണ്ട് കൊടുത്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ അത് വിഡിതാണ്, ഭയങ്കര വിഡിതാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം അത്ര എമൗണ്ട് ഒന്നുമില്ല, 1350 ഉറുപ്പ്യ ഉള്ളൂ. ഈ 1350 ഉറുപ്പ്യ ഇവർ നേരിട്ട് അവിടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ പേരിൽ ഇത് വാങ്ങിയിട്ട് തരികയാണ്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടൊക്കെ അവരെ കീശേക്കാണ്. അപ്പോൾ ഇത് കാണുന്ന ഏജൻസിയൊക്കെ ഇത് വലിയ അടിക്കാറും. അപ്പോൾ ഞാനത് ഒരു അറിവാണ്, ഞാനെന്തായാലും പറയും. അപ്പോൾ ഞാനെന്തായാലും എടുത്തതൊക്കെ ഇത്രയും കാലം ഇൻ്റർനാഷണൽ എടുത്തതൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ നിൽക്കുന്ന രാജ്യത്ത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മാൾട്ടയിലാണ്, മറ്റു രാജ്യങ്ങളിലായാലും നമുക്ക് ഇതേപോലെ എംബസി മുഖാന്തരം നമുക്ക് നാട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടും ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതിനും ഇതേപോലത്തെ ചെറിയ ചാർജുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ എമൗണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ കേസിൽ ഇത് വലിയ എന്തോ ആനക്കുട്ടിയാണ് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട. ഇത് നമുക്ക് വിസ അല്ലാതെയും വിസ ഉണ്ടെങ്കിലും നമുക്ക് ഒരു രാജ്യത്ത് കയറി വരുമ്പോൾ 1 ഇയർ ഓടിക്കാനുള്ള ഒരു അധികാരമാണ്. അത് കഴിഞ്ഞാൽ നമുക്കത് വാലിഡ് എക്സ്പയർ ആവും. അത് കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല പുതുക്കണം. പുതുക്കി കഴിഞ്ഞാൽ തന്നെ ആ രാജ്യത്ത് അത് വാലിഡ് ആണോ നോക്കണം. കാരണം പോലീസ് ചെക്ക് ചെയ്യുമ്പം നമുക്കത് വാലിഡ് ആണെങ്കിലും നമ്മളെ വണ്ടി ഓടിക്കുമ്പം ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ 1 ഇയർ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ കാലാവധി. ഇത് പിന്നെ രണ്ടാമതെടുത്തത് ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ചിലപ്പോൾ അവർ ഫൈൻ ഇടും. ചിലപ്പോൾ ഒരു നാട്ടിൽ 3000-4000 ഒക്കെ ഫൈൻ വരും. ആ ഫൈൻ അടിച്ചിട്ട് പോകേണ്ടി വരും. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നാട്ടിൽ കയറ്റി വിടാൻ അങ്ങനത്തെ കേസൊന്നും വരാൻ സാധ്യതയല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ ഒരു ഇൻഫർമേഷന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇതിൽ രാജ്യം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് നോക്കി നോക്കിക്കൊണ്ട് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇൻ്റർനാഷണൽ ലൈസൻസ് നമുക്ക് വെച്ചിട്ട് ഓടിക്കാൻ പറ്റണ ഇഷ്ടം പോലെ. യൂറോപ്പിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഈ GCCയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഓടിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഓഫറാണ് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ്റും മറ്റു ഗവൺമെൻറ്റിനായിട്ട് ഈ ഒരു ടൈപ്പ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്താൽ ഇപ്പോൾ കണ്ടില്ല എത്രങ്ങാനും ആൾക്കാർ ഈ ട്രാവൽ ചെയ്യണത് നമ്മളെ ഈ യൂട്യൂബേഴ്സ് തന്നെ. അതെങ്ങനെയാണ്, ഇതൊക്കെ തന്നെയാണ് ഒരു സിമ്പിൾ പരിപാടിയാണത്. നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഉണ്ടോ അത് നമുക്ക് കിട്ടും. നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാം ഈ രാജ്യത്ത് കൂടെ, നമുക്ക് മെൻഷൻ ചെയ്ത രാജ്യത്തൊക്കെ നമുക്ക് പോവാം. ബോർഡറിൽ പിന്നെ നമുക്ക് ചോദിക്കുക നമുക്ക് വിസിറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും വിസ വേണം. ഈ വിസ മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പോകണതിനില്ല. അപ്പം നമ്മൾ വിസിറ്റിംഗ് മാത്രമല്ല, അപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ID കാർഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ID കാർഡ് വെച്ചിട്ട് നമുക്ക് ബൈക്ക് എടുത്ത് പോവാം. മനസ്സിലായോ? എനിക്കിവിടെ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് വേണം ഈ രാജ്യം മൊത്തം റൗണ്ട് അടിക്കാൻ ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈസൻസ് വെച്ച് ഓടിക്കാമെന്നാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ ആ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഓരോ രാജ്യത്തിന് ഓരോ നിയമങ്ങളുണ്ട്. നാട്ടിലത്തെ അതേ നിയമമല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു മാന്യതയോടെ ഡ്രൈവ് ചെയ്യാൻ അതിൽ നോക്കും വേണം. നമുക്ക് തന്നത് നമ്മളെ മാന്യത നമുക്ക് ലൈസൻസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് തരുന്നത്. ആ മാന്യത നമ്മൾ മറ്റു രാജ്യങ്ങളിൽ കീപ്പ് ചെയ്തിട്ട് ഓടിക്കുമ്പോൾ ഏറ്റവും അടിപൊളി. മറ്റൊരു ഇന്ത്യൻ വന്നിട്ട് ഇങ്ങനെ കൊളാക്കി പറഞ്ഞാൽ മോശമാണ്. അപ്പോൾ നമുക്കിത് തിരിച്ചും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻസിന് ഇവിടെ ഇൻ്റർനാഷണൽ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള നിയമം വന്നാൽ അതും കഴിഞ്ഞു.
നിലവിൽ മാൾട്ടയിൽ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ടാക്സി നമുക്കിവിടെ സുഖമായിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് ഓടിക്കായിരുന്നു. അത് കഴിഞ്ഞ വർഷമായിട്ട് പൂട്ടിപ്പോയതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഏതോ രാജ്യക്കാരൻ, ഏത് പാകിസ്ഥാനാണ് തോന്നുന്നത്, അയാൾ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ ആളെ കയറ്റുന്നവർ കുറേ ആൾക്കാരെ മടക്ക ട്രിപ്പ് വിളിച്ചു പോലെ അതേപോലെ വിളിച്ചു പോയിക്കണം. 5 യൂറോ കയറിക്കൊള്ളി. അതേപോലെ ടാക്സി ഡിക്കിയിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോയി. അതാരോ ഇവിടുത്തെ ആൾ വീഡിയോ എടുത്ത് വിട്ട് നോക്കുമ്പോൾ അവന് ലൈസൻസ് ഇല്ല, ഇവന് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളൂ. അപ്പോൾ പിന്നെ അതോടുകൂടിയിട്ട് പരിപാടി നിർത്തിച്ച് ഇവരെന്ത് ചെയ്തു, ടാക്സി ഓടുന്ന എല്ലാ ആൾക്കാർക്കും ലൈസൻസ് നിർബന്ധമാക്കി. അതോടൊപ്പം എല്ലാവരും ലൈസൻസ് എടുക്കണം, എന്നാലേ ടാക്സി ഓടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇൻ്റർനാഷണൽ ഇപ്പോൾ കട്ടാണ്. കാരണം ഒരാൾ വെറുപ്പിച്ചാൽ മതി, നമ്മളെ ഈ രാജ്യത്തിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടാണ് നിൽക്കും. അപ്പോൾ അങ്ങനെ പലതും ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് നല്ലൊരു കാര്യത്തിനാണ്. അത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ സൂപ്പറായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ കുറേ ആൾക്കാർ അറിയാത്തവരുണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളറിയുന്ന ഗ്രൂപ്പിൽ ഇങ്ങനെ അത് എടുത്തിട്ട് ഷെയർ എടുത്തിട്ട് തട്ടി കൊടുത്താൽ നിങ്ങളാണ് എന്ത് ചെയ്യുക, നേരെ പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കുക, അവിടെ നിൽക്കിയിട്ട് അവിടെ നടന്നോ, എന്നിട്ട് ഷെയർ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടുമ്പോൾ വരേണ്ടി കാണാം. അടുത്തൊരു ഇൻഫർമേഷൻ അടുത്തൊരു കാര്യമായിട്ട്. അപ്പോൾ ഓക്കെ.